ജെറമിയ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം. ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ, ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കും എന്ന് ദൈവം വചനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നു. അതായത് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിത നവീകരണമാണ്. എന്നാൽ ആ നവീകരണം നടക്കേണ്ടത് നാളെയോ പിന്നീടോ അല്ല, മറിച്ച് ഇന്നാണ് എന്ന് ദൈവം പ്രവാചകനിലൂടെ വളരെ വ്യക്തമാക്കി പറയുകയാണ്. അങ്ങനെ ജീവിത നവീകരണം ചെയ്യുമ്പോഴാണ് ദൈവിക ശിക്ഷയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്നത്. വീണ്ടും 9-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഏതെങ്കിലും ഒരു ജനതയെയോ ഒരു രാജ്യത്തെയോ പടുത്തുയർത്തുമെന്നും നട്ടുവളർത്തുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ, ആ ജനത എൻ്റെ വാക്ക് ചെവിക്കൊള്ളാതെ എൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനോട് പ്രകടിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന നന്മയെക്കുറിച്ച് ഞാൻ അനുതപിക്കുമെന്ന്. അതായത് ഒരു വ്യക്തിക്ക് തിന്മ ചെയ്യുവാനുള്ള അവകാശം ദൈവം ഒരിക്കലും കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? ദൈവസന്നിധിയിൽ തിന്മ പ്രവർത്തിക്കുന്നവന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരിക്കലും സ്വീകരിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറയുന്നത്, ആ മണിക്കൂറോ സമയമോ നിങ്ങൾക്ക് അറിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ സദാ ജാഗരൂകരായിരിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന അനേകം നന്മകൾ, കൃപകളുണ്ട്. പക്ഷെ അത് പാഴായി പോകാതിരിക്കണമെങ്കിൽ ദൈവം പ്രവാചകരിലൂടെ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോടും പറയുന്നുണ്ട്, ദൈവസന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാതെ ദൈവഹിതം അനുസരിച്ച് നീ ജീവിക്കുകയാണെങ്കിൽ നിനക്കായി കരുതി വച്ചിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ, കൃപകൾ നിൻ്റെ ജീവിതത്തിൽ ലഭിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ജീവിത നവീകരണം നമുക്ക് നടത്താം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.